നമസ്കാരം. ഒരു നിമിഷത്തിൻ്റെ ഈ പുത്തൻ അധ്യായം കുറിക്കാൻ ഞങ്ങൾ ഫ്ലവേഴ്സ് ടീം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ പ്രശസ്തമായ SD കോളേജിലാണ്. അതെ, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായകന്മാരായ നമ്മുടെ ചാക്കോച്ചനും ഫഹദ് ഫാസിലുമൊക്കെ പഠിച്ചിറങ്ങിയ അതേ SD കോളേജ്. പിള്ളേർ കേട്ട തടസ്സം പിടിച്ചു കളയും. അതുകൊണ്ട് മലയാളം തന്നെ പറയാമല്ലേ, സനാതന ധർമ്മ കലാലയം. അപ്പോൾ നമുക്ക് ഈ കലാലയത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? ആലപ്പുഴ SD കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും NSS പ്രോഗ്രാം ഓഫീസറുമായ വിനീത് ചന്ദ്രയാണ് ഒരു നിമിഷത്തിൻ്റെ ഈ വേദി ഇവിടെ ഒരുക്കുവാൻ നമ്മെ സഹായിച്ചത്. ഹലോ സർ, വെൽക്കം ടു നമസ്കാരം. താങ്ക് യു. നമസ്കാരം. വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന അവീർ മെഡിക്കൽ ഗ്രൂപ്പ് ഒരു നിമിഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വാചക വീരന്മാർക്കും വീരത്തികൾക്കും മികച്ച പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് SD കോളേജിലെ NSSലെ ചുണക്കുട്ടികളാണ്. താങ്ക് യു. ഇങ്ങനെ നീണ്ട കയ്യടിയിലൂടെ ശക്തി തെളിയിക്കാൻ മാത്രമല്ല മികച്ച വാചകമടിയിലൂടെ ഒരു നിമിഷത്തിന്റെ ട്രോഫി കരസ്ഥമാക്കാനും SD കോളേജിലെ മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട് എന്ന് ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. അതാ ആ പടക്കുതിരകൾ ഈ മത്സരത്തിൽ തയ്യാറെടുക്കാൻ റെഡിയായി കഴിഞ്ഞു. നമുക്ക് അവരെ പരിചയപ്പെടാം. ആദ്യമായി SD കോളേജ് ആലപ്പുഴയുടെ അഭിമാനമായ 2ാം വർഷ സുവോളജി വിദ്യാർത്ഥിനി ആദിത്യ വേണുകുട്ടൻ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ നെടുമുടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ വളരെ ചെറിയൊരു കുടുംബത്തിലെ വേണുകുട്ടന്റെയും അമ്പിളിയുടെയും മകളായ ഞാൻ 1998 ഡിസംബർ 23 പൂജാതയായി. എനിക്കിവിടെ ഏറ്റവും എന്നെ ഭയങ്കര സ്നേഹത്തോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ഇവിടുത്തെ NSS യൂണിറ്റ്. ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിച്ചതും SD കോളേജിൽ വന്നതിന് ശേഷമാണ്. തിരുവനന്തപുരം ലോ അക്കാഡമിയുടെ മുൻ വിദ്യാർത്ഥിയായിരുന്ന ശ്യാം കുമാർ. എൻ്റെ പേര് ശ്യാം കുമാർ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇതിനു മുമ്പ് ഒരു നിമിഷത്തിൻ്റെ എപ്പിസോഡുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ കേരള ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് പല ചാനലുകളും ഇതിനെ അനുകരിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ പരിപാടിയുടെ ഒരു വിജയം മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുക. അടുത്തതായി കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥിനി ഹരിസ്മ. നമസ്കാരം. വാക്കുകളിൽ അഗ്നി പടർത്തുന്ന ഈ ഒരു നിമിഷം എന്ന വേദിയിൽ ഒരിക്കൽ കൂടി എത്താൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. കൊല്ലം ജില്ലയിൽ ശക്തികുളങ്ങരയ്ക്ക് തെക്ക് മരുത്തരി ശ്രീ ഭദ്രാദേവിയുടെ നാട്ടിൽ നിന്ന് വരികയും V ശശിധരന്റെയും ലതികയുടെയും 3 മക്കളിൽ ഇളയവളുമാണ് ഈ ഞാൻ. പ്രണയത്തിന്റെയും പഠനത്തിന്റെയും വിപ്ലവത്തിന്റെയും കലാലയമായ കൊല്ലം ശ്രീനാരായണ കലാലയത്തിന്റെ വൈസ് ചെയർപേഴ്സണും 1ാം വർഷ മാധ്യമ ബിരുദ വിദ്യാർത്ഥിയുമാണ് ഈ ഞാൻ. ഈ വേദി നിരവധി അവസരങ്ങളാണ് ജീവിതത്തിൽ തുറന്നു തന്നത്. പ്രസംഗത്തോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി അർച്ചന V കുമാർ. നമസ്കാരം. എൻ്റെ പേര് അർച്ചന V കുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ നിന്ന് വരുന്നു. ഞാൻ പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. എനിക്ക് ഇവിടെ വരാനുള്ള പ്രചോദനം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ടീച്ചേഴ്സുമാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് വിജയകുമാർ ആൻഡ് അമ്മയുടെ പേര് ജയലളിത. പിന്നെ എനിക്കൊരു കുഞ്ഞ് അനുജനുണ്ട്, അർജുൻ എന്നാണ് പേര്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്തതായി 2 വാചക വീരത്തികളുടെ നടുവിൽ തന്റെ വാചക വീര്യം തെളിയിക്കാൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കലാലയത്തിലെ 2ാം വർഷ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് M ജോയ്. ആഗോള മലയാളികൾക്ക് എൻ്റെ നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി ഒരു നിമിഷത്തിന്റെ വേദിയിൽ എത്തി നിൽക്കുന്ന ഞാൻ പരൂർ സ്വദേശികളായ രാജീവിന്റെയും ദേവിമീനയുടെയും മകൻ സിദ്ധാർത്ഥ് M ജോയ്. ഇന്ന് തിരുവനന്തപുരത്തെ ബദനിക്കുന്നിന് കിരീടം പോലെ വിരാജിക്കുന്ന മാർ ഇവാനിയോസ് കോളേജിന്റെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള മുത്തശ്ശി കെട്ടിടമായ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ 2ാം വർഷ സാഹിത്യ വിദ്യാർത്ഥിയാണ്. ഇവിടെ കാത്തിരിക്കുന്ന ഓരോരുത്തരും ആകാംക്ഷയായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥി SD കോളേജിന്റെ അഭിമാനമാണ്. 1ാം വർഷ
ഫിസിക്സ് വിദ്യാർത്ഥിനിയാണ്. അതല്ല അവരെ പ്രശസ്തയാക്കിയത്, അവരുടെ കഴിവ് തന്നെയാണ് അവരെ പ്രശസ്തയാക്കിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ST കോളേജിന്റെ പ്രശസ്ത അഭിമാന താരം അജ്ന സലീം. നമസ്കാരം. ആലപ്പുഴയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് പണ്ടെന്നോ വട്ടത്തിൽ പള്ളിയുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന വട്ടപ്പള്ളിയിൽ നിന്നും വരുന്ന തട്ടമിട്ട മൊഞ്ചത്തി ഞാൻ. എൻ്റെ പേര് അജ്ന സലീം. 1998 നവംബർ 21-ാം തീയതി ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥനായ സലീമിന്റെയും വീട്ടമ്മ സിജിയുടെയും മകളായി ഞാൻ ജനിച്ചു. ഓക്കെ, അതിലേക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമുക്ക് ആരംഭിക്കാം. ആദ്യം പൊതുവൃത്തം. എല്ലാവർക്കും ഒക്കെ പ്രണയങ്ങളുണ്ടാവും. ഈ ST കോളേജിലും പ്രണയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ പ്രണയിക്കുമ്പോൾ നമ്മൾ ഈ പെൺകുട്ടികൾ അവസാനം കുറേ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പറയും, ചേട്ടാ എനിക്കിനി ഒരു സഹോദരനായിട്ടേ, ഒരു ബ്രോ ആയിട്ടേ കാണാൻ പറ്റൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സഹോദരനാകപ്പെട്ട ഒരുപാട് നിരാശാ കാമുകന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇത് ദയവായിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്. ആലപ്പുഴയിലെ ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചല്ല, പ്രത്യേകിച്ച് ST കോളേജിലെ ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചല്ല. പിന്നെ ഈ പരിപാടിയുടെ ഒരു നിമിഷം പരിപാടിയുടെ പേറ്റന്റ് ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥൻ R. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾ ആരും അദ്ദേഹത്തെ കോടതി കയറ്റാനും മുതിരരുത്. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സംസാരിച്ചു തുടങ്ങേണ്ടത് ഹരിഷ്മ. വിഷയം ഇതാണ്, ആലപ്പുഴയിലെ തേപ്പുകാരി. ആദ്യം തന്നെ പണി കിട്ടി എന്ന് മനസ്സിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ആലപ്പുഴ പട്ടണത്തിൽ സുന്ദരിയായി, സുമുഖയായി, സൽഗുണ സമ്പന്നയായി ഒരു സുന്ദരി ഉണ്ടായിരുന്നു. ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് പേര് കണ്ണിൽ ഓടി വരികയാണ്. ഒരുപാട് പേര് രണ്ട് കണ്ണിൽ പറഞ്ഞോളൂ. ആലപ്പുഴ പട്ടണത്തിലെ തേപ്പുകാരിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ മുഴങ്ങിയ കയ്യടികളാണ് അതിനുള്ള ഉത്തരം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുമ്പോൾ മനസ്സിലാകെ സങ്കടമായിരുന്നു. ഇവിടത്തെ ചുവരുകളിൽ ഞാൻ കണ്ടത് ഇവിടുത്തെ അത് വാക്ക് ആവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ആവർത്തിച്ചില്ല. പച്ചക്കാടുണ്ട്. ഇപ്പൊ തന്നെ വേണം സർ. വേണ്ട, കുഴപ്പമില്ല. ആദ്യമായോണ്ട് നമുക്ക് ക്ഷമിക്കാം. പറഞ്ഞോളൂ. സനാതനധർമ്മ കലാലയത്തിന്റെ ചുവരുകളിൽ ഇവിടെ 70% പെൺകുട്ടികളാണ് പഠിക്കുന്നത് എന്നറിഞ്ഞതോടുകൂടിയാണ് ഇവിടെ എത്ര പേർക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത്. മാനസ മൈനേപാടി മധു നടന്നത് ആലപ്പുഴയിലെ പുറക്കാട്ട് കടപ്പുറത്തായതിനാൽ തന്നെ കറുത്തമ്മ എന്നുള്ളത് ആലപ്പുഴ രണ്ടു വട്ടം പറഞ്ഞു. ആ തേപ്പുകാരിയെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴയെ കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ല. കാരണം തേപ്പുകാരികൾ ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. പറയൂ. ആലപ്പുഴയിൽ തേപ്പുകാരിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആലപ്പുഴയുടെ കുഴപ്പമാണ്. കാരണം ആലപ്പുഴ ജനിച്ചതുകൊണ്ടാവാം ആലപ്പുഴയെ പറ്റി കൂടുതൽ പറയുന്നത്. കൂടുതൽ തേക്കണ്ട, പറഞ്ഞോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആലപ്പുഴയിലെ പെൺകുട്ടികളെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണിത്. ഇത് നടക്കില്ല എന്ന് അടിയുറച്ച് പറയാൻ കഴിയുകയാണ്. കന്യാത്വം സൂക്ഷിക്കുന്ന സ്ത്രീത്വത്തിന് വിലയുള്ള നല്ല കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ ജില്ലക്കാരെന്ന് അടിയുറച്ച് ഞാൻ പറയുകയാണ്. കേരളത്തിലെ എന്താണ് രണ്ട് തവണ അടിയുറച്ചു. സിദ്ധാർത്ഥൻ സംസാരിക്കാം. ആലപ്പുഴയിലെ തേപ്പുകാരികളെ പറ്റി എന്നോട് ആദ്യം പറഞ്ഞത് ആന്ധ്രാപ്രദേശിലെ എന്റെ ഒരു കൂട്ടുകാരനാണ്. എന്താണ് വേണുകുട്ടൻ എന്നോട് പറഞ്ഞത്? എന്റെ കൂട്ടുകാരനാണ്. എന്നോട് പറഞ്ഞത് എന്റെ കൂട്ടുകാരനാണ്. അത് രണ്ട് വാക്കല്ലേ? പച്ചക്കാടുണ്ടേ കയ്യിൽ. അങ്ങനെ ST കോളേജ് ആലപ്പുഴയ്ക്ക് ഈ ഒരു നിമിഷത്തിൽ ആദ്യമായി ഒരു പച്ചക്കാട് കിട്ടിയിരിക്കുന്നു. കുഴപ്പമില്ല, എന്തായാലും പച്ചക്കാട് തന്നെയാണ്. ആലപ്പുഴയിലെ തേപ്പുകാരികളെ പറ്റി ആദ്യമായി എന്നോട് പറഞ്ഞത് ആന്ധ്രാപ്രദേശിലുള്ള എന്റെ ഒരു സുഹൃത്താണ്. വിജയവാഡ അല്ലുടി കൊബ്ബെ വിജയവാഡ പോയി. എന്തായാലും സംസാരിക്കാം അല്ലേ? ഈ വിഷയം കിട്ടുമ്പോൾ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ഒരു ഗാനം തന്നെയാണ്. ചലച്ചിത്രം. അവിടെ ചെറിയൊരു വിക്കലുണ്ടായിരുന്നു. ചലച്ചിത്രം. കാരണം പഴയ ഏതോ തേപ്പുകാരിയെ കുറിച്ച് ആലോചിച്ചപ്പോ വിക്കി പോയതായിരിക്കും. പറഞ്ഞു. ആലപ്പുഴയിലെ തേപ്പുകാരികളെ പറ്റി എന്നോട് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ സുഹൃത്തിന്റെ പേര് വിജയവാഡ അല്ലുടി കൊബ്ബ അല്ലരി നാഗേന്ദ്ര വിജയശേഖർ രാജശേഖർ റെഡ്ഡി. അദ്ദേഹമാണ് എന്നോട് ആദ്യമായിട്ട് ഇതിനെ പറ്റി സംസാരിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ പറ്റി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. ആ വ്യക്തിയുടെ പേരാണ് ആലപ്പുഴയിലെ തേപ്പുകാരിയെ കുറിച്ച് പറയുമ്പോൾ 1946 സ്ഥാപിതമായ ഈ സനാതന ധർമ്മ കലാലയത്തിന്റെ പടിവാതിൽക്കൽ കടന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ജിമിക്ക് കമ്മലുമിട്ട് തലയിൽ ഒരു തട്ടവുമിട്ട് പുഞ്ചിരി തൂകിയ ആ സുന്ദരി കമ്മലിട്ട് തലയിൽ തട്ടമിട്ട് കൂടുതൽ ഇടണ്ട, പറഞ്ഞോളൂ. തേപ്പുകാരികൾ മാത്രമാണോ സമൂഹത്തിലുള്ളത്? തിരിച്ച് തേക്കുന്ന ആൺകുട്ടികളുമില്ലേ എന്ന ലിംഗവിവേചനത്തിന്റെ വലിയ ഞാൻ ആരംഭിക്കുകയാണ്.
ധീരോദാത്തനും അതിപ്രതാപ ഗുണവാനും വിഖ്യാത വംശജനും ധരാപാലകനും നല്ലവനും നിഷ്കളങ്കനും സുമുഖനും സുന്ദരനുമായ ഒരു പയ്യനുണ്ട്. പേര് സിദ്ധാർത്ഥ്. ഞാൻ തന്നെയാണത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പെൺകുട്ടികൾക്കും അത് സാധാരണ ഹരിഷ്മ സംസാരിച്ചോളൂ. ആലപ്പുഴയിലെ തേപ്പുകാരിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പഠിക്കുന്നത് ശ്രീനാരായണ കലാലയത്തിലാണ്. അവിടെയും ധാരാളം ഇതേ വിഷയം ഞാൻ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാമുകന്മാർ കയ്യോടിണ ചേർന്നിരിക്കുന്നത് പലതവണ കണ്ട് മനസ്സിൽ ലഡുപൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മുറ്റത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. കാരണം ഇന്നിവിടെ അവധിയായിരുന്നു. പലതും പറയാൻ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും വിഷയത്തിന്റെ ആ തിരമ്പൽ ഇങ്ങനെ തേപ്പ് എന്ന വിഷയം കേൾക്കുമ്പോൾ ഞാൻ വികാരാധീനനായി മാറുകയാണ്. വിഗതകുമാരനും ബാലനും പഞ്ചവടി പാലത്തിലൂടെ അക്കരെ നിന്നൊരു മണിമാരന്മാരായി ഇക്കരെയാണ് എന്റെ മാനസമെന്ന് ചൊല്ലിക്കൊണ്ടു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വിഷയത്തിലെ ഒരു ലിംഗവിവേചനം ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ആലപ്പുഴയിലെ തേപ്പുകാർ എന്നാക്കുന്നില്ല, മറിച്ച് തേപ്പുകാരി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ആസൂത്രിതമായ ഒരു നീക്കം? അല്ല, അത് ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തുകൊണ്ടാണ് തേപ്പുകാർ എന്ന് പറയാത്തത്? കാരണം ഇവിടെ ഉള്ള തേപ്പുകാർ മൊത്തം വന്ന് എന്നെ തേക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മൊത്തം പെൺകുട്ടികളാണ്. സംഗതി കുഴപ്പമാകുമെന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും പറഞ്ഞോളൂ. തൊഴിലില്ലായ്മ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തേപ്പ് ഒരു സ്വയം തൊഴിലായി സ്വീകരിക്കാവുന്നതാണ്. സ്റ്റാർട്ടപ്പിന്റെ ഈ കാലഘട്ടത്തിൽ സ്റ്റാർട്ടപ്പ് ഇംഗ്ലീഷ് വാക്കാണ്, മലയാളം എന്താണ്? പുതിയ സംരംഭം. എന്തായാലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഈ സുന്ദരന് മലയാളം കൃത്യമായി പറയാൻ പറ്റി. സംസാരിച്ചു തുടങ്ങിക്കോളൂ. ആലപ്പുഴയിലെ തേപ്പുകാരികൾ എന്ന് പറയുമ്പോൾ നാം എന്തുകൊണ്ടാണ് പ്രണയത്തിൽ തേക്കുന്നവരെ മാത്രം പറയുന്നത്? വസ്ത്രം തേക്കുന്ന പുതിയ സമ്പദ് വ്യവസ്ഥയെ പറ്റി തേച്ചോളൂ. ഈ സുന്ദരനെ ശരിക്ക് ബാഷ തേച്ചോളൂ. ആലപ്പുഴയിലെ തേപ്പുകാരി എന്ന് തന്നെ എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയില്ല. ഈ സ്ഥലത്ത് മാത്രമല്ലല്ലോ ഇവരുള്ളത്, ഈ കേരളം മൊത്തം ഈ എന്നുള്ള അക്ഷരം വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഈ എന്നുള്ള തേപ്പുകാരി കുറച്ച് വിശ്രമിക്കും. പറഞ്ഞോളൂ. ഈ വിഷയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയ സുഹൃത്ത് സിദ്ധാർത്ഥ പറയും. എനിക്ക് പറയാനുള്ളത് എന്റെ എനിക്ക് എന്റെ രണ്ട് വാക്കാണ്. തടസ്സവാദം തെറ്റാണ്. ഈ മത്സരം തീരുമ്പോൾ നല്ലൊരു വാഗ്മിയല്ലേ അർച്ചന? ഈ മത്സരം തീരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളും ലോകം മുഴുവൻ ഫ്ലവേഴ്സ് ചാനലിലൂടെ ഒരു നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാള ടെലിവിഷൻ പ്രേക്ഷകരും ഒരുമിച്ച് പറയണം, ദൈവമേ കൈതൊഴാം, അർച്ചന വി കുമാർ ആക്കണം. എന്റെ പ്രിയ സുഹൃത്ത് കുറച്ചുമ്പ് പറയുകയുണ്ടായി, തേപ്പുകാരെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ വസ്ത്രം തേക്കുന്നവർ മാത്രമല്ല ഉള്ളത്, മറിച്ച് ഭിത്തി തേക്കുന്നവർ, അങ്ങനെ പല വിധത്തിൽ തേപ്പുകാരുണ്ട്. നേരത്തെ പറഞ്ഞതാണ്. 2 വട്ടം തേക്കാം, 3 പ്രാവശ്യം. എന്തായാലും നമ്മുടെ ശ്യാംകുമാർ ഒരു ന്യായമാണ്. കൂടുതൽ ഒബ്ജക്ഷൻ അനുവദിച്ചിരിക്കുന്നു. ഉദാരവൽക്കരണത്തിന്റെയും കച്ചവടവൽക്കരണത്തിന്റെയും ഈ കാലഘട്ടത്തിൽ പ്രണയം പോലും വ്യാപാരത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നു. വാങ്ങുവാനും ഉപയോഗിക്കുവാനും പുറത്തേക്ക് വലിച്ചെറിയുവാനും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന യുഗത്തിൽ സത്യസന്ധമായ സ്നേഹം കാണണമെന്നുണ്ടെങ്കിൽ ഈ കലാലയത്തിന് പടികൾ കടന്നു വരണം എന്ന് തന്നെ ഞാൻ അടിവരയിട്ട് പറഞ്ഞു കൊള്ളട്ടെ. സത്യസന്ധമായ രീതിയിൽ സത്യസന്ധം അദ്ദേഹം വളരെ സത്യസന്ധനാണ്. പക്ഷെ കൂടുതൽ സത്യസന്ധനാകാൻ പാടില്ല. പറഞ്ഞോളൂ. സനാതനധർമ്മ കലാലയത്തിന്റെ ഇടനാഴികളിലെല്ലാം ഏറ്റവും വലിയ തേപ്പുകാരിയെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ചിരിക്കുടുക്ക എന്നും ഗോതമ്പുണ്ട എന്നും ഇരട്ടപ്പേരുള്ള ഈ പെൺകുട്ടിയാണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിരവധി അനവധി കഥകൾ അനർഗള നിർഗളം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയും കയ്യടികളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ കുറെ വാക്കുകൾ ഇദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ആദിത്യ വേണുകുട്ടനിൽ ഈ വിഷയം അവസാനിക്കുകയാണ്. ആലപ്പുഴയിലെ തേപ്പുകാരിയെ കുറിച്ച് ഇനി അവസാനമായി സംസാരിക്കാൻ ഒരാൾക്ക് മാത്രമേ അവസരമുള്ളൂ. ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഇനിയിപ്പോ സമയം കഴിഞ്ഞു പോയി ഹരീഷ, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തായാലും ഈ തേപ്പുകാരിയിൽ ഈ തേപ്പിന്റെ വിഷയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ പൊതുവൃത്തത്തിലെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയമാണ് പൊതുവൃത്തത്തിൽ നമ്മൾ ഇനി അവതരിപ്പിക്കുന്നത്. സംസാരിച്ചു തുടങ്ങേണ്ടത് SD കോളേജിന്റെ അഭിമാനമായ ആദിത്യ വേണുകുട്ടനാണ് സംസാരിക്കുന്നത്. വിഷയം ഇതാണ്. ആലപ്പുഴയിലെ ഒരു പ്രണയം തന്നെയാണ് സംഭവം. കലാലയത്തിലല്ല, ആലപ്പുഴയിലെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ച് നടക്കുന്ന പ്രണയമാണ് നമ്മുടെ വിഷയം. വിഷയം ഇതാണ്: ശവക്കോട്ട പാലത്തിലെ പ്രണയം. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ശവക്കോട്ട പാലത്തിൽ ചെന്നപ്പോ പേടിച്ചു പോയതാണെന്ന് തോന്നുന്നു. പറഞ്ഞോ. കൊമ്പ് കുത്തി കളിക്കുന്ന ആനയുടെ ചന്തം പൂണ്ട സ്വർണ്ണച്ചായ വിധികരങ്ങളായ മേഘങ്ങൾ കാവൽ നിൽക്കുന്ന ആലപ്പുഴ പട്ടണത്തിന്റെ ഹൃദയത്തിന്റെ വടക്ക് കിഴക്കേ അറ്റത്ത് ശവക്കോട്ട പാലം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് ചിങ്ങവനം വഴി തെങ്ങും ചങ്ങാടത്തിൽ ചങ്ങാതിമാരൊത്തു പോയി ചെങ്ങമറ്റത്തെ തങ്ങേലിക്ക്
തേങ്ങ കൊടുക്കാൻ ചെന്ന അദ്ദേഹത്തിന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പ്രണയിച്ചിരുന്ന രണ്ട് കവിതാക്കളുടെ ഉജ്ജ്വലമായ കഥയാണിത്. എന്താണ് അതിനാ കഥ കഥ ആവർത്തിച്ചു. പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ശവക്കോട്ട പാലത്തിൽ പോയി ഒരുപാട് പ്രേമിച്ചിട്ടുള്ള രീതിയാണ് തോന്നുന്നത്. ചവക്കോട്ടപ്പാലത്തിന് അടുത്തുള്ള വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങി എനിക്ക് ആ പാലവും അതിനടുത്തുള്ള പ്രണയങ്ങളും വളരെയധികം കണ്ട് പരിചിതമുള്ള അടുത്തുള്ള ശവക്കോട്ട പാലത്തിന് അടുത്തുള്ള സ്കൂള്, ആ പാലത്തിന് അടുത്തുള്ള പ്രണയം. ഒബ്ജക്ഷൻ അംഗീകരിച്ചിരിക്കുന്നു. സംസാരിക്കാം. ശവക്കോട്ടയിലെ ഇട്ടൂപ്പ് ചേണ്ട തട്ടുകടയിൽ നിന്ന് എട്ടപ്പവും പുട്ടും മുട്ടയും തട്ടിവിട്ട് പാട്ടും പാടി അട്ടപ്പാടിയിലേക്ക് പോയ രണ്ട് പ്രണയിതാക്കൾ ഒളിച്ചോടുകയായിരുന്നു അവർ. എന്തുകൊണ്ട് അവർക്ക് കേരളത്തിലെ മറ്റനവധി സ്ഥലങ്ങൾ ആവർത്തിച്ചു. ആദിത്യ വികുമാർ, ഒരു കൈയടി. ശവക്കോട്ട പാലത്തിലെ പ്രണയം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമായി നിങ്ങളോട് മറ്റൊരു കാര്യം പറയുകയാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണെങ്കിൽ കൂടിയും എനിക്ക് ആലപ്പുഴയുടെ ചരിത്രങ്ങളൊന്നും ആലപ്പുഴ വിഷയമുണ്ട്. ശവക്കോട്ട പാലം ആലപ്പുഴയിലുള്ള സ്ഥലമല്ലേ? എന്തായാലും സംസാരിക്കാം. ഞാൻ ആലപ്പുഴക്കാരിയാണെങ്കിൽ കൂടിയും എനിക്ക് ആലപ്പുഴയെ കുറിച്ച് ആലപ്പുഴയുടെ ചരിത്രമൊന്നും ആലപ്പുഴ ഇത് ഞാൻ പണ്ട് ഒരു നിമിഷം തുടങ്ങിയ കാലത്ത് പറഞ്ഞുകൊണ്ടുണ്ട്. കിളിമാനൂർ, കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പാലാതൊഴിയുടെ മൂലമറ്റ മെഡിക്ക കട്ട. പ്രണയത്തിന്റെ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ശവത്തിന് ഏറ്റവും ശക്തമായ ഒരു ബിംബം തന്നെയാണ്. കാരണം മരിച്ചു കഴിഞ്ഞാലും പ്രണയിച്ചു തീരാത്ത കവിതാക്കളുടെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ ആഴം, അതിന്റെ പക്വത, അതിന്റെ ശാലീനത, അതിന്റെ ഹരിഷ്മ അതിന്റെ ഇത്തിരി കൂടുതലാണ്. പറഞ്ഞോളൂ. സിദ്ധാർത്ഥേട്ടൻ വലിയൊരു തേപ്പുകാരനാണെന്ന് മനസ്സിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രണയം എന്ന് പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകേണ്ട അനശ്വരമായ ഒരു വികാരമാണ്. അതിനെ നമ്മൾ വാക്കുകൾ കൊണ്ട് വാചാലതയിലേക്കൊക്കെ എത്തിപ്പെടുമെങ്കിലും എവിടെ ശവക്കോട്ടപ്പാലത്തിലെ പ്രണയം, ശവക്കോട്ടപ്പാലം ഇതുവരെ ആദ്യമായിട്ട് കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിലൊരു ലഡ് പൊട്ടി. കാരണം ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അടുത്തൊരു പാലം ഉണ്ടായിരുന്നു. പക്ഷേ പാലം എന്താ വാക്ക് ആവർത്തിച്ചു. രാത്രിയിൽ ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ ശവക്കോട്ട പാലത്തിന് മുകളിലേക്ക് ചെന്നത്. അവിടെ ചെറിയൊരു വിക്രം ഉണ്ടായിരുന്നു. കാരണം എന്തോ കള്ള ലക്ഷണത്തിലാണ് പുള്ളി 12 മണിക്ക് ശവക്കോട്ട പാലത്തിൽ രാത്രി 12 മണിക്ക് എന്റെ സഹോദരൻ എന്തിനാണ് ആ ഭാഗത്തേക്ക് പോയതെന്ന് അറിയില്ല. എങ്കിലും എന്തിനെങ്കിലും പോട്ടെ, നിങ്ങൾ കാര്യം പറ. മലരണിക്കാടുകളുടെ മരതക കാന്തിയുള്ള മാറി വാന്യൂസിൽ നിന്ന് വരുന്ന എനിക്ക് ശവക്കോട്ട പ്രണയത്തിന്റെ വലിയൊരു ബിംബമായി തോന്നുന്നില്ല. കാരണം ബദനിക്കുന്നിലെ വാഗപ്പൂവിന്റെ മരം ചൂടിയ മാറി വാന്യൂസ് കലാലയത്തിൽ പ്രണയത്തിന്റെ മാറി വാന്യൂസ് എനിക്കൊരു വികാരമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. മാറി വാന്യൂസിൽ ഒരു വികാര ജീവിയാണെന്ന് അരിഷ്മയ്ക്ക് പറയാം. ബാല്യത്തിന്റെ കളിച്ചിരിയും കൗമാരത്തിന്റെ നിഗൂഢതകളും യൗവനത്തിന്റെ കല്ലിച്ച നിസ്സംഗതയും വാർദ്ധക്യത്തിന്റെ നോവുന്ന മൗനവും ഒക്കെ ഉള്ളിൽ പേർന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനശ്വരവും അതുല്യവുമായ വികാരമാണ് പ്രണയം. കൂടി പോകുമ്പോഴാണ് സുന്ദരനും സുമുഖനും സൽഗുണ സമ്പന്നരുമായ ഇതുപോലെ മുടിയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ എന്നോട് വന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയത്. പ്രണയം എന്ന വാക്ക് ആവർത്തിക്കാൻ രാത്രിയിൽ അവിടെയാണ് റാന്തൽ വിളക്കിന്റെ ചുവട്ടിലിരുന്ന് പ്രണയലേഖനങ്ങൾ കുത്തിക്കുറിച്ച് കൊഴിഞ്ഞു വീണ ചെമ്പക പുഷ്പങ്ങൾ പെറുക്കിയെടുത്ത് പ്രഭാതത്തിൽ ഒറ്റമുണ്ടിന്റെ അറ്റത്തെ കാരക്കാപ്പഴം ചുറ്റിയിട്ട് പ്രണയിനിക്ക് സമ്മാനിച്ചിരുന്ന കാമുകന്മാരുണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ ഇന്നത് ആഴക്കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളായി. ആരുമില്ല ഈ ചെറുപ്പക്കാരനെ ഒന്ന് ഏറ്റെടുക്കാൻ. ഈ പ്രണയത്തിൽ ആവേശം മൂത്ത് ഞെക്കിയതാണോ? ലാഗ് വന്നു ലാഗ് വന്ന ഇതിൽ ലാഗൊന്നുമില്ല. നല്ല ഒന്നാം തരം പ്രണയം. ശ്യാംകുമാർ സംസാരിച്ചോളൂ. ഒറ്റമുണ്ടിന്റെ അറ്റത്ത് കാരക്കാപ്പഴം ചുറ്റിയിട്ട് പ്രഭാതത്തിൽ പ്രണയിനിക്ക് സമ്മാനിച്ചിരുന്ന കാമുകന്മാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് പുത്തൻ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ അതിന്റെ വേഗത കൊണ്ട് ലോക രാജ്യങ്ങൾ തമ്മിലുള്ള അകലങ്ങളെ കൂടുതൽ ചെറുതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഗോള ഗ്രാമം എന്ന് പറയുന്ന ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ശവക്കോട്ട ശവക്കോട്ടപ്പാലത്തിലെ പ്രണയം കണ്ടു വളർന്ന ഞാൻ ഒരിക്കൽ ആ പ്രണയം കാണാനായി ചെന്നപ്പോൾ എന്താണ് സിദ്ധാർത്ഥ് സർ പ്രണയം 2 തവണ ആവർത്തിച്ചു. പ്രണയം 2 തവണയല്ല, ഒരുപാട് തവണ ആവർത്തിക്കാനുള്ളതാണ് ഈ പ്രണയം. മഹത്തരമായൊരു വികാരമല്ലേ സിദ്ധാർത്ഥ് ഈ പ്രണയം എന്ന് പറയുന്നത്? പ്രണയിക്കുന്നവരെ ശല്യപ്പെടുത്താനുള്ള ശിക്ഷയാണിത്. ഓക്കെ. വിശുദ്ധ ജോസഫിന്റെ നാമധേയത്തിലുള്ള എന്റെ വിദ്യാലയത്തിൽ നിന്നും ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ ആ മരം ചുറ്റി പ്രേമം കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഞാനെന്നുള്ള വാക്ക് ആവർത്തിച്ചു. അർച്ചന വി കുമാർ.
ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഒരു അർഹതയും നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ചാറ്റിങ്ങിന്റെയും ചീറ്റിങ്ങിന്റെയും ഈ കാലഘട്ടത്തിൽ സത്യസന്ധമായി ചാറ്റിംഗ് മലയാളം ഉണ്ട്, ഈ ചീറ്റിംഗിന് മലയാളം ഉണ്ടെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. എന്താണ് ചീറ്റിംഗിന്റെ മലയാളം? കബളിപ്പിക്കൽ. കബളിപ്പിക്കൽ. സിദ്ധാർത്ഥിനെ കബളിപ്പിക്കാൻ നോക്കല്ലേ. സംസാരിച്ചോളൂ സിദ്ധാർത്ഥ്. ഭൂമിയിൽ ഏതൊരു ഭാഷയിലെയും ഏറ്റവും ആർദ്രമായ വാക്കിന്റെ പേരാണ് പ്രണയം. ശവക്കോട്ട പാലത്തിലെ താഴത്തെ നദിയോട് എനിക്ക് പ്രേമമായിരുന്നു. ജലത്തോട് ഞാൻ എത്രയധികം സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ അതിൽ കൂടുതൽ ആർദ്രമായ രീതിയിൽ ശാലീനമായി അതിന്റെ സമീപിച്ച കാലഘട്ടം. തുടക്കത്തിൽ ആർദ്രം പറഞ്ഞില്ലേ കിട്ടി. സംസാരിച്ചു. ശവക്കോട്ട പാലത്തിലൂടെ പ്രണയിച്ച് നടന്ന സുഗുണൻ ചേട്ടനെയും സുമന്തി ചേച്ചിയും കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. അന്ന് അവർ എന്നോട് പറഞ്ഞത് 1ാം തരത്തിൽ പഠിക്കുമ്പോൾ അച്ഛന്റെ കൈപിടിച്ച് പോയ സമയത്ത് ആ ചേട്ടൻ എന്നോട് ചേട്ടൻ എന്നുള്ള വാക്ക് ആവർത്തിച്ചു ശ്യാംകുമാർ. ശവക്കോട്ട പാലത്തിൽ രാത്രിയിൽ ചെല്ലുകയാണ് എങ്കിൽ രക്തം വലിച്ചു കുടിക്കുന്ന മൂളിപ്പാട്ടുകളെ നിശബ്ദതയാൽ ഭേദിക്കുന്ന കൊതുകുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രക്തം വലിച്ചു കുടിക്കുന്നതിനോടൊപ്പം തന്നെ മലമ്പനി, കോളറ തുടങ്ങിയ മാരക രോഗങ്ങൾ രണ്ട് തവണ ആവർത്തിച്ചെങ്കിലും വളരെ കറക്റ്റാണ് പുള്ളി പാലത്തിലെ കൊതുകുണ്ട്. കറക്റ്റായിട്ട് അവിടെ പോയിട്ടുണ്ടാവും ശവക്കോട്ട പാലത്തിൽ പ്രേമിക്കാൻ വേണ്ടി. സംസാരിക്കാം. ശവക്കോട്ട പാലത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എത്ര പ്രണയങ്ങൾക്കാണ് അത് ദൃക്സാക്ഷിയായിട്ടുള്ളത്. താജ്മഹൽ പോലെ ഏറ്റവും ശക്തമായ പ്രണയത്തിന്റെ വലിയൊരു ബിംബമായി തീരുകയാണ്. 2 വട്ടം പ്രണയം വിഷയത്തിലുള്ളതാണ്. പ്രണയിക്കാം. കുത്തബ് മിനാറും ചാർമിനാറും പോലെ ശവക്കോട്ട പാലവും ലോകത്തിന്റെ ഭൂപടത്തിൽ എങ്ങോ പ്രണയത്തിന്റെ അടയാളപ്പെടുത്തി വെക്കുന്ന ഉദാഹരണമായി മാറുകയായിരുന്നു. മൊയ്തീനും കാഞ്ചനമാലയ്ക്കും ശേഷം ശ്യാമും ഹരിഷ്മയുമായി തീരാനുള്ള ചെറിയൊരു പ്രശ്നമാണ്. ഒരുപാട് തവണ പ്രണയം ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്രണയിക്കാം ശവക്കോട്ട പാലം. ഇതിപ്പോ സംസാരിച്ച് ശവക്കോട്ടയിലെ പ്രണയമായി പോയോ എന്നൊരു സംശയം കൂടിയുണ്ട്. അജ്ന സലീമിന് സംസാരിക്കാം. പ്രണയിക്കാം. പാതിരാത്രി 12 മണിക്ക് ശ്യാം ചേട്ടൻ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് എന്തോ ഒരു നിഗൂഢത അതിൽ ഒളിഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു. എന്നാലും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു. സംസാരിക്കാം. സനാതന ധർമ്മ കലാലയത്തിൽ നിന്ന് പ്രണയിതാക്കൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ശവക്കോട്ട പാലത്തിന് താഴെ ചെല്ലുകയും കപ്പലണ്ടി വാങ്ങി തിന്നുകയും അവിടെ ഇരുന്ന് പ്രണയിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് മനോരമയിൽ എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയില്ല ഇത്രമേൽ ആർദ്രമായ ഒരു വികാരത്തിനെ പാലത്തിന്റെ താഴെ ഇരുന്ന് നദികളോട് സുന്ദരമായി സല്ലപിക്കുന്ന പാലം കുഴപ്പമില്ല. പാലം വന്നിട്ടില്ല, ആവർത്തിച്ചില്ല. വേറൊരു വ്യത്യസ്തമായ ഒരു ഇതിൽ സംസാരിച്ചോളൂ. നദിയിലോട് സുന്ദരമായി സല്ലപിക്കുകയും അതിലൂടെ പോകുന്ന തെങ്ങിൻ ചങ്ങാടങ്ങൾക്കപ്പുറത്തുള്ള മരങ്ങളിലെ കിളികളുടെ സംഗീതം കേട്ട് പ്രണയത്തിനെ ഏറ്റവും സുന്ദരമായ രീതിയിൽ അകത്തേക്ക് എടുക്കുകയും ശവക്കോട്ട പാലത്തിലെ പ്രണയം എന്ന വിഷയം അവസാനമായി സംസാരിച്ച് നിർത്തുന്നത് നമ്മുടെ നിയമ വിദ്യാർത്ഥി ശ്യാംകുമാറാണ്. ശ്യാംകുമാർ സംസാരിച്ചോളൂ. വീണ്ടും ഞാൻ എന്റെ മുറിഞ്ഞുപോയ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. പ്രണയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുവാൻ വേണ്ടി ശവക്കോട്ട വിഷയത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് ഇനി കുറിച്ചിട്ട് കാര്യമില്ല. ഈ വിഷയം ഇവിടെ അവസാനിച്ചു. കല്യാണ പെണ്ണിനെ കാണാൻ പോകുമ്പോഴേക്കും, പെണ്ണ് കാണാനായിട്ട് പോകുമ്പോഴേക്കും എല്ലാ പുരുഷനും എല്ലാ ആണുങ്ങളും നമ്മൾ പല കാര്യങ്ങളും ഈ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും പെണ്ണിനെ കുറിച്ച് ചോദിക്കും. പെണ്ണിന് പാചകം അറിയാമോ, വാചകം അറിയാമോ, പാട്ട് പാടുന്ന കുട്ടിയാണോ, പിന്നെ പെൺകുട്ടിക്ക് മുടന്തുണ്ടോ, നമ്മളിങ്ങനെ നടത്തിയൊക്കെ നോക്കാറുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം ഒരു മണവാളന്മാരും ഈ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കാറില്ല. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു കുഴപ്പം മനസ്സിലാവുള്ളൂ. അതാണ് ഈ വിഷയം. സംസാരിച്ചു തുടങ്ങേണ്ടത് അജ്ന സലീമാണ്. പിന്നെ അജ്നെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഈ വിഷയം ഇട്ടിരിക്കുന്നത്. കല്യാണ പെണ്ണൊരു കരാട്ടേക്കാരി. മാഷ് എന്തുകൊണ്ടാണെന്ന് സ്ത്രീകളിൽ നിന്നും മാറി ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണ പെണ്ണുങ്ങൾ മാത്രമല്ല എല്ലാ വനിതകളും കരാട്ടെ അഭ്യസിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതോ ഒരു സിനിമയിൽ ചലച്ചിത്രമാണ്. കല്യാണ പെണ്ണായ രഞ്ജിനിയുടെ പുഞ്ചിരിയിൽ ഒരു വഞ്ചനയുടെ ലാഞ്ചനയുണ്ടെങ്കിലും അഞ്ജിതയായ അവളുടെ രഞ്ജിത ശിഞ്ചിത മേളം കളനൂപുര ശബ്ദം മാത്രമാണ് ഞാൻ കേൾക്കാറ്. അല്ലാതെ മറിച്ച് കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ടോ എന്നും ബാക്കി എന്താ ആരെയും പറഞ്ഞു. ഏതോ ചലച്ചിത്രത്തിൽ അഭിരാമി ചേച്ചി കരാട്ടയും പഠിച്ചു വന്ന് ജയറാമേട്ടനെ തട്ടിയിട്ടതുപോലെ ഒരു കല്യാണ പെണ്ണ് വന്ന് സ്വന്തം ഭർത്താവിനെ തട്ടിയിട്ടാൽ എന്താവും? സംസാരിക്കാം. കല്യാണ പെണ്ണൊരു കരാട്ടക്കാരി എന്ന് പറയുന്ന വിഷയം തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു രാഷ്ട്രീയ ബിംബമായി മാറുകയാണ്. കോളേജിനോടാണോ കളി? പറഞ്ഞോളൂ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ഊന്നി ഓരോരുത്തരും പറയുന്നു ഈ കാലഘട്ടത്തിൽ. കളി വേണ്ട.
കല്യാണ പെണ്ണൊരു കരാട്ടേക്കാരി എന്ന് പറയുന്ന വിഷയം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബിംബവും വിപ്ലവാത്മകമായ ചിന്തയുമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എല്ലാ പെൺകുട്ടികളും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ അഭ്യസിച്ചിരിക്കണമെന്ന് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നിങ്ങളോട് എന്താണ് ലോ കോളേജ് ഈ കരാട്ടക്കാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ ചിന്തിച്ചതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും കുറച്ച് കരാട്ടയൊക്കെ പഠിച്ചിരുന്നാൽ മതി. പറഞ്ഞോളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സിദ്ധാർത്ഥനോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, കരാട്ടെ പഠിച്ചാൽ എങ്ങനെ സ്ത്രീ ശാക്തീകരണമായി തീരുമെന്നാണ്. അധികാര കേന്ദ്രങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ ആ അന്തസ്ഥലത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ. ആ അന്തസ്ഥലം തമിഴല്ലേ അത്? അന്തസ്ഥലം തമിഴും തെലുങ്കും ഒന്നും പറ്റില്ല. ഒരു നിമിഷത്തിൽ ഇംഗ്ലീഷ് ഭാഷ പാടില്ല, തമിഴ് പാടില്ല, തെലുങ്ക് പാടില്ല, ഒന്നുമേ മുടിയാതെ തമ്പി നീങ്ക ചൊല്ലുങ്ക. കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ ശ്യാം ചേട്ടനെ പോലെയുള്ളവരെ നേരിടാനുള്ള ശക്തിയെങ്കിലും പെൺകുട്ടികൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെയും മനസ്സിന്റെയും സാമൂഹികവും സാംസ്കാരികവും സാഹിത്യവും അദ്ദേഹം മാരുവാനസ് കലാലയത്തിൽ ചില പാട്ടൊക്കെ പാടുന്ന ആളാണ്. അതുകൊണ്ടാണ് സാ 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 എന്നൊക്കെ പറഞ്ഞത്. ആദിത്യ വേണുകുട്ടൻ കരാട്ടെ പഠിക്കുന്നത് സ്ത്രീകൾക്ക് അല്ല, അത് കുഴപ്പമില്ല. എന്തോ ഒരു കാര്യം പറയാമോ നമുക്ക് ചോദിക്കാം. SD കോളേജിലെ കരാട്ടെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? ആദിത്യക്ക് കരാട്ടെ അറിയാമോ? ഇല്ല. അറിഞ്ഞൂടാ. എന്നാൽ ഇനി മുതൽ പഠിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നേരിടണമെങ്കിൽ നമ്മൾ കുറച്ച് കരാട്ടെ പഠിക്കേണ്ടി വരും. സംസാരിച്ചു. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ഉത്തമയായ വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം ഞാൻ കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ എങ്ങനെ പറഞ്ഞു? ഉത്തമയാണ് ഞാൻ കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട്. കാരണം കരാട്ടെ ഒക്കെ പഠിച്ചപ്പോഴത്തെ ഞാൻ എന്താ ഭാവം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അർച്ചന വി കുമാർ പറഞ്ഞോ. അനിയന്ത്രിതവും അനിർവചനീയവുമായ അനുരാഗം എന്ന അനുഭൂതി അനുഭവിച്ചറിഞ്ഞ അനുസ്യൂതമായിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കരാട്ടെ അഭ്യസിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുത്തൻ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് കാര്യം പറയൂ. റിപ്പീറ്റ് ചെയ്തു. ഞാനെന്ന വാക്ക് ആവർത്തിച്ചെന്നാണോ പറഞ്ഞത്? അജ്ന സലീം ഫ്രം SD കോളേജ് പറയൂ. വഴിയിലൂടെ പോകുന്ന ആണുങ്ങളൊന്ന് കേറി പിടിക്കാൻ വന്നാൽ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ശാലീന സുന്ദരിയായി പട്ടുസാരിയൊക്കെ ഉടുത്ത് ചെന്ന് കപ്പും മാറി മനസ്സിലാ കരാട്ടക്കാരനെ സംസാരിക്കാം. ചെക്കോസ്ലോവാക്കിയയിലെ പെൺകുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിലാണ് അവർ എന്നോട് പറയുകയുണ്ടായി, എല്ലാവർക്കും കരാട്ടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. കലാലയത്തിൽ ആൺകുട്ടികളുടെ ശല്യം ഉണ്ടാകുന്നതാണ് അതിന്റെ കാരണമെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയും അതിനുശേഷം സനാതനധർമ്മ കലാലയത്തിലെ പുരുഷ കലാലയം കണ്ടുകൊട്ടോ ആവർത്തിച്ചു. കലാലയം 2 പ്രാവശ്യം ആവർത്തിച്ചു. ഈ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ എന്റെ കലാലയത്തിൽ പഠിച്ചിരുന്ന അമൃത എന്ന കരാട്ട ബിരുദകാരിയെ കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്റെ പിതാവുമൊത്ത് ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ പോയി നിന്നപ്പോൾ ആക്രമിക്കാൻ വന്ന ചെറുപ്പക്കാരെ അടിച്ചൊതുക്കി റൊട്ടിയാക്കിയ ആ ധീര വനിതയെ കുറിച്ച് പറയുവാൻ ഈ വേദി ഞാൻ പറയുവാൻ എന്നുള്ള വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. സംസാരിക്കും. ജൂഡോ, ബോക്സിംഗ്, കരാട്ടെ ഇവയൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ അറിയാവുന്ന നാടൻ തല്ല് ഇതാണ് ഞാൻ പറയാൻ വന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ തല്ലിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എന്തിന് പെൺകുട്ടികൾ കരാട്ടെ പഠിക്കണം? അർച്ചന എന്താ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്? ലാലേട്ടന്റെ ഒരു കട്ട ഫാനാണ് അർച്ചന എന്ന് ഞാൻ അറിഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഫാൻ അല്ല, ആരാധിക. അവതാരകൻ എന്ത് ഇംഗ്ലീഷും പറയാം. കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു മലയാളം മാത്രമേ ഞാനും ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞല്ലോ അർച്ചന. കാരണം ഞാനൊരു മത്സരാർത്ഥിയായിട്ട് ഇപ്പൊ ഈ അവതാരകന്റെ കുപ്പായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസം അതാണ്. നമുക്ക് എന്ത് ഇംഗ്ലീഷും പറയാം, ആംഗലേയ ഭാഷ ഉപയോഗിക്കാം, വിൽക്കാം, മൂളാം, വിറയ്ക്കാം, അങ്ങനെ എന്ത് കാര്യമില്ല. പക്ഷെ എന്തായിരുന്നാലും ഞാനത് മുഖവിലക്കെടുക്കുന്നു. ഞാനും നിങ്ങളെ പോലെ ആവർത്തിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കാം. എന്തായാലും ലാലേട്ടന്റെ നാടൻ തല്ല് പറഞ്ഞോ. ലാലേട്ടന്റെ ഒരു കട്ട ആരാധകയാണ് ഞാൻ. അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ആരാധകരുണ്ടെങ്കിലും അവരെക്കാളിലും ഒക്കെ മികച്ചു നിൽക്കുന്ന ആരാധകരുള്ള നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നാടൻ തല്ല് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ കരാട്ടെ സ്ത്രീകളെല്ലാം പഠിച്ചിരിക്കണം. ഏതൊരുത്തം മുന്നിൽ വന്ന് നമ്മളെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനോ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണം നോക്കി കൊടുക്കാനെങ്കിലും അറിയാവുന്ന ഒരു നല്ല കൈയടി കൊടുക്കൂ. അർച്ചനയെ പോലുള്ള പെൺകുട്ടികളാണ് ഇന്ന് നമുക്ക് കേരളത്തിന് ആവശ്യം. എല്ലാ പെൺകുട്ടികളും അർച്ചന വി കുമാറിനെ ഒരു മാതൃകയാക്കണം. എന്തായാലും അർച്ചന വി കുമാറിൽ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു നിമിഷത്തിന്റെ അവസാന റൗണ്ടിലേക്ക് നമ്മൾ ഏറ്റവും ആവേശഭരിതമായി നിൽക്കുന്ന ഊർജം പകരുന്ന മത്സരത്തിന്റെ ഒരു തൃശ്ശൂർ പൂരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊട്ടിക്കലാശം. ആലപ്പുഴയ്ക്ക് എന്നും ആവേശമായി നിൽക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി തന്നെയാണ് കൊട്ടിക്കലാശത്തിൽ ഇന്ന് പശ്ചാത്തലമാക്കിയിരിക്കുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിലാണ്. അവിടെ 6 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ ട്രോഫി കരസ്ഥമാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഈ 6 ചുണ്ടൻ വള്ളങ്ങളെ ഞാൻ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. SD കോളേജിന്റെ അഭിമാനമായ അജ്ന ചുണ്ടൻ. അടുത്തതായി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കലാലയത്തിന്റെ അഭിമാനമായ സിദ്ധാർത്ഥ ചുണ്ടൻ. അടുത്തതായി സിദ്ധാർത്ഥ ചുണ്ടന്റെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നു അർച്ചന വി ചുണ്ടൻ. അതോടൊപ്പം തന്നെ അർച്ചനയെ തോൽപ്പിക്കാൻ സർവ്വശക്തിയും എടുത്ത് തുഴഞ്ഞു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹരിഷ്മ ചുണ്ടൻ. നിയമത്തിന്റെ എല്ലാ പഴുതുകൾ അടയ്ക്കുന്നത് പോലെ ഈ മത്സരത്തിൽ തുഴച്ചിലിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുകയാണ് ശ്യാം ചുണ്ടൻ. അവസാനമായി മത്സരിക്കുന്നത് ആദിത്യ ചുണ്ടൻ. ഒപ്പത്തിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചുണ്ടൻ വള്ളങ്ങൾ ഇതിൽ ആരാണ് ഒന്നാമതെത്തുന്നത്? കുട്ടിക്കലാശത്തിൽ നിന്ന് ആവേശഭരിതമായ മത്സരം കാണാൻ വേണ്ടി പ്രേക്ഷകർ ഓരോരുത്തരായി കാത്തിരിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം കുട്ടിക്കലാശം. സംസാരിച്ചു തുടങ്ങുന്നത് അജ്ന ചുണ്ടൻ. വിഷയം ഇതാണ്: ചുണ്ടൻ വള്ളത്തിന് ചൂണ്ടയിടരുത്. പണ്ടൊരിക്കൽ ചുണ്ടൻ വള്ളത്തിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചൂണ്ടയിട്ട ഒരു മാമിനെ ഞാൻ കണ്ടത്. അവിടെ ചെറിയൊരു തുഴയ്ക്ക് പ്രശ്നം ഉണ്ടായി. മാറി വാനിയസ് ചുണ്ടൻ. അതായത് ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പിയായ അദ്ദേഹത്തിന്റെ നാമകരണത്തിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ വലിയൊരു മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴയെ അടയാളപ്പെടുത്തിയിരുന്നത് ലോകഭൂപടത്തിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പേരിലായിരുന്നുണ്ടെങ്കിൽ പുത്തൻ കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ വ്യാജരായ കാലഘട്ടം ചുണ്ടൻ പറഞ്ഞോളൂ. മാറി വാനിയസ് ചുണ്ടൻ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഗൂർണിക്ക എന്ന് പറയുന്ന ചിത്രം വരച്ച പാബ്ലോ ഡിയഗോ, ജോൺ ഫ്രാൻസിസ്കോ, ഡിപ്പോളോ യുവാൻ, നെപ്പമ്യൂസിനോ, മരിയ ഡിലോസ്, റെമഡിയോസ്, സിപ്രിയാനോ, സാന്റിസിമാർ, ട്രിനിഡാഡ്, റൂയിസ് വൈ പിക്കാസോ ഈ വള്ളംകളി കണ്ടിട്ട് അദ്ദേഹം എഴുതിയ ചിത്രത്തിന്റെ വലിയൊരു ശക്തമായ ബിംബമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇവിടെ എന്താണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചുണ്ടൻ വള്ളത്തിൽ ചൂണ്ടയിടരുത്. ചൂണ്ടയിടുക എന്ന് പറയുന്നത് തന്നെ മീനുകളെ പിടിക്കുന്നതിന് ഒരു വെള്ളത്തിൽ ഞാൻ ചൂണ്ടയിട്ട് കൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, എന്താണ് നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചൂണ്ടയിട്ട് ആലപ്പുഴയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളംകളി. ചെറിയൊരു തുഴയെടുത്തപ്പോൾ പ്രശ്നമാണ്. ചെറിയ ഇരയെ ഉപയോഗിച്ചുകൊണ്ട് വലിയ മത്സ്യത്തെ പിടിക്കുന്ന ലാഘവത്തിലാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകർ വള്ളംകളിയെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു. കുട്ടനാടിന്റെ നിറഞ്ഞ പുഞ്ചകളിൽ ആവേശത്തിന്റെയും കുതിപ്പിന്റെയും കുളിരോളങ്ങളിളക്കി ശക്തിയുടെയും വീറിന്റെയും വാശിയുടെയും വിയർപ്പുതർത്ത നാടൻ മനുഷ്യരുടെ ഒരുമയുടെ സംഗീതമാണ് ഇത്തരം ചുണ്ടൻ വള്ളങ്ങളിലൂടെ നാം കേട്ടു പോകുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വള്ളംകളിയുടെ പേരിൽ വ്യാപകമായ പിരിവുകൾ നടത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയും വീട് വെക്കുകയും ഭക്ഷണമല്ലല്ലോ ഭക്ഷണമാണ്. വള്ളംകളിയിടയ്ക്ക് അതൊക്കെ വിട്ടുപോകും. എങ്കിലും അതിനകത്തുണ്ടൻ തുഴഞ്ഞ് കേറിക്കോ. വള്ളംകളിയുടെ നാട്ടിൽ നിന്ന് വരുന്ന ഞാൻ ഇതുവരെ വള്ളംകളി കണ്ടിട്ടില്ലെങ്കിലും ആ കളിയുടെ എല്ലാ കുറച്ച് കളി കൂടുതലാണ് ഈ കുട്ടിക്ക്. മാറി വാനിയസ് ചുണ്ടൻ. ചുണ്ടൻ വള്ളത്തിൽ ചൂണ്ടയിട്ട് ഉണ്ടൻകോട്ട മണ്ടൻ വേലാണ്ടനും തണ്ടൻ നീലാണ്ടനും ചേർന്ന് ഉണ്ടൻകോട്ടേക്ക് പോയ കഥയുടെ വലിയ ഉണ്ടൻകോട്ട കൂടുതൽ ഉണ്ടൻകോട്ടേക്ക് കൂടുതൽ പോകരുത് കേട്ടോ. വള്ളംകളി ശ്രദ്ധിക്കൂ. ആലപ്പുഴയിലെ വേമ്പനാട്ടുകായലിലെ തരളിതയാക്കി പുലർന്നു ഒരുങ്ങുന്ന ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പണ്ടൊരിക്കൽ ഞങ്ങളൊരു NSS വോളണ്ടിയേഴ്സ് കേരളത്തിലെ ഏറ്റവും ശക്തമായ വള്ളംകളിയാണ് ആലപ്പുഴയിലെ കായലോളങ്ങളിൽ തഴുകിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെ തന്നെ ഭാരതം എന്ന് പറയുന്ന വലിയ രാഷ്ട്രത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിച്ച ആർഷഭാരത സംസ്കാരത്തിലെ ഏറ്റവും ശക്തമായ മത്സരങ്ങളിൽ ഒന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം. ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ 1959 ഏപ്രിൽ മാസം 15-ാം തീയതി ഞാനും സിദ്ധാർത്ഥം ജോയിയും കൂടെ പുന്നമടക്കായലിൽ വള്ളംകളി കാണാൻ പോയ ഓർമ്മയാണ് നിങ്ങളുടെ മുമ്പിൽ പുതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് പ്രധാനപ്പെട്ട വേദിയിൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു പറഞ്ഞു, പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട്. ആദ്യം സിദ്ധാർത്ഥും ഞാൻ ഓർമ്മിപ്പിക്കാൻ ഞാനെന്നുള്ള വാക്ക് ആവർത്തിച്ചു. സിദ്ധാർത്ഥ ചുണ്ടൻ 1954 ഏപ്രിൽ 13-നല്ല 15-ാം തീയതിയാണ് നമ്മൾ പോയതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചുണ്ടൻ വള്ളത്തിന്റെ വാശിയിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഒരു ബൂം ചിക്ക വാവ തുഴച്ചിലാണ് ഇവിടെ ഓരോ കളിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോരിത്തരിക്കുന്ന വാക്കുകളിലെ മഴ പെയ്യുമ്പോൾ മനസ്സിലേക്ക് ആർത്തിരമ്പി വരുന്നത് കുട്ടനാട്ടിന്റെ ഏറ്റവും കർഷകരുടെ മേഖലയിൽ അനന്ത സാധ്യതകളുള്ള ഒന്ന് തന്നെയാണ് വള്ളംകളി.
കേരളം മനുഷ്യവിഭവശേഷിയിലും പ്രകൃതിയുടെ വരപ്രസാദത്തിലും അനുഗ്രഹീതമാണെന്നുണ്ടെങ്കിലും വികസനത്തിന്റെ പാതയിൽ അമ്പേ പിമ്പിലാണ്. ഭാവനാരഹിതമായ ഭരണകൂടങ്ങളും സമരകുതികളായ യുവശക്തികളും ചേർന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഭാവിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വള്ളംകളി എന്ന് പറയുന്ന ഒരു വ്യവസായത്തെ ഒരു എന്നുള്ള വാക്ക് ശ്യാം ചുണ്ടൻ ആവർത്തിച്ചു. സിദ്ധാർത്ഥ ചുണ്ട. ചുണ്ടൻ വള്ളത്തിലിരുന്ന് ചൂണ്ടയിട്ട് ആളുകൾ എന്തിനെയാണ് പിടിക്കുന്നത്? അയല, മത്തി, ചൂര, കരി, കണവ, കിളിമി, കൂരി, കരിമി, വറ്റ, വാള, ബ്രാല്, ചിറക്, ഐക്കുറ, എന്നീ മത്സ്യങ്ങളിലേക്കാണ് ഓരോ വ്യക്തിയും മത്സ്യബന്ധന വ്യവസായത്തിന്റെ വലിയ ആകാശങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകുമ്പോൾ ഓഖി ചുഴലിക്കാറ്റടിച്ച് തിരുവനന്തപുരത്തെ വള്ളത്തിൽ പോയ ഒരുപാട് പേരുടെ മരണം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്രയും എന്റെ പ്രിയ സുഹൃത്ത് സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തിയെടുത്തു ഞാൻ തുടങ്ങട്ടെ. അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു ശ്യാം ചുണ്ടൻ. കായലും കടലും പുഴയും കടന്നു പോകുമ്പോൾ ആലപ്പുഴയുടെ മനോഹാരിതയെ ഭൂലോകത്തിൽ അടയാളപ്പെടുത്തുന്നത് ഈ വള്ളം കളി തന്നെയല്ലേ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയുടെ അനന്ത സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഈ കലാരൂപത്തെ ലോക ഭൂപടത്തിൽ വേണ്ടിയിരിക്കുന്നു. യുനെസ്കോയുടെ അടക്കം അവിടെ പോയി. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ നാഡീഞരമ്പുകളായ പുഴകളിൽ നിരവധി വള്ളം കളികൾ നടക്കുവാറുണ്ട്. അതിൽ അനവധി എണ്ണം തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, വ്യവസ്ഥാപിതമായ സാമൂഹിക സാഹചര്യങ്ങളെ തച്ചു തകർക്കുന്ന രീതിയിൽ കേരളത്തിന്റെ സംസ്കാരത്തെ, പൈതൃകത്തെ കേരളത്തിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ കേന്ദ്രീകരണം നടത്തുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. വഞ്ചിയുടെയും വയലിന്റെയും കൊഞ്ചിന്റെയും നാട് കൂടിയായുള്ള ആലപ്പുഴ യുനെസ്കോയുടെ അടക്കം പട്ടികയിൽ ഇടം പിടിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഈ വേദിയിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് വെച്ചപ്പോഴത്തേക്ക് ഒരു ചെറിയ വിക്കലുണ്ടായിരുന്നു. അത് മുന്നോട്ട് വെച്ചതിന്റെ ഒരു പ്രശ്നമാണ്. ശക്തമായി തുഴഞ്ഞോളൂ. ചുണ്ടൻ വെള്ളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് ചുണ്ടലിയെ പിടിക്കാൻ മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു, പുത്രി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ കുടുംബ മഹിമയെ വാഴ്ത്തിപ്പാടുന്ന ഒന്നല്ല ഈ വള്ളംകളി. ഏറ്റവും ആവേശകരമായ വള്ളംകളിയുടെ അവസാന പാദത്തിലേക്ക് മത്സരം ഓരോ തവണയും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴും തുടയുന്നത് ആര് എന്നൊരു ചോദ്യം ഉന്നയിക്കാതെ മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് സമൂഹം എന്നതൊന്നാണെന്നും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഏകീകൃതമായ സ്വഭാവം ഭാരതത്തിന്റെ മുന്നിൽ തന്നെ കാഴ്ചവെക്കുന്ന ലോകോത്തരമായ ഒരു കായിക വിനോദത്തിനാണ് നമ്മൾ ഏവരും ദൃക്സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. തൊണ്ടി മുതലില്ല എങ്കിൽ കൂടിയും കായലിന്റെ പരമ്പുകളിലൂടെ ഈ ചുണ്ടൻ കളി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ആലപ്പുഴ SD കോളേജിലെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയായ ചാക്കോച്ചനെ ഉദ്ദേശിച്ചാണ് അടുത്ത വിഷയം ഇതാണ്. ചാക്കോച്ച ഓടിവായോ. അനിയത്തിപ്രാവ് എന്ന ചലച്ചിത്രത്തിലൂടെ മലയാളത്തിന് പുതിയ നാമ്പുകൾ, പുതിയ വസന്തം സമ്മാനിച്ച അനിയത്തിപ്രാവ് എന്ന ചലച്ചിത്രത്തിലൂടെ മലയാള ലോകത്തേക്ക് കടന്നു വരികയും ആ ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഓടിവായോ വന്നൊരു പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നെങ്കിൽ എന്റെ ഹരിഷ്മയുടെ ഹൃദയത്തിലേക്ക് ചാക്കോച്ചനെ ഓടിവായോ എന്ന് വിളിക്കുമ്പോഴും ഞാൻ ഓർത്തു വെക്കുന്നത് അജിത്തിന്റെ ഭാര്യയായി മാറിയ ശാലിനിയെയാണ്. കാരണം ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഏറ്റവും വലിയ പ്രണയ ജോഡികളായി ഇരുവർക്കും മാറുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാലീനത കൊണ്ടാണ്, സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. എങ്കിലും നമ്മൾ ഓരോരുത്തരും 1997 എന്ന് പറയുന്ന ആ വർഷത്തിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ ആ കൊല്ലത്തെ ഏറ്റവും വലിയ പണം വാരിയ മലയാളം പടമായി. ചാക്കോച്ചൻ ഓടിച്ചാടി നടന്ന ഈ കലാലയത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു തുടങ്ങിക്കോളൂ. ചാക്കോച്ച ഓടിവായോ. കേരളത്തിലെ പെൺകുട്ടികളെ തരളിതയാക്കിയ ചാക്കോച്ചൻ ഇന്ന് ഈ കോളേജിൽ പഠിച്ചിറങ്ങിയ കോളേജല്ല കലാലയം. സംസാരിച്ചോളൂ. ആ പുറകിലത്തെ വരിയിലിരിക്കുന്ന പയ്യനെ പോലെ ഒരു പക്ഷേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ചാക്കോച്ചൻ ഇവിടത്തെ ആനന്ദ തുന്തിലിതനാക്കിയിരുന്ന ഉൾപ്പുളകം അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് മലയാള ചലച്ചിത്രത്തിലെ ചക്രവാളങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നോരോന്നായി ചാക്കോച്ചൻ കീഴ്പ്പെടുത്തി. പക്ഷെ നിങ്ങൾ വാക്ക് ആവർത്തിക്കാൻ പാടില്ല. ശ്യാംകുമാർ. ചാക്കോച്ച നീ ഓടിവായോ. പ്രതിസന്ധികളുടെ പടുകുഴികളിലേക്ക് തകർന്നു വീഴുന്നുകൊണ്ടിരിക്കുന്ന മലയാള ചലച്ചിത്ര മേഖലയെ ഓരോ വർഷവും 140-ലധികം ചലച്ചിത്രങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന മലയാള ചലച്ചിത്ര വേദി ചലച്ചിത്രം എന്ന വാക്ക് ആവർത്തിച്ചു. ആലപ്പുഴയുടെ എന്നും അഭിമാനമായ ഉദയ സ്റ്റുഡിയോ ചാക്കോച്ചന്റെ കുടുംബത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു നിമിഷം വേദിയിലേക്ക് ചാക്കോച്ചൻ ഓടി വന്നേ പറ്റൂ. അജിന, ചാക്കോച്ചനെ വിളി. ആലപ്പുഴയുടെ സുന്ദരികളുടെ
എന്തോ ഇങ്ങനെയാണ് ചാക്കോച്ചനെ വിളിക്കുന്നത്? ചാക്കോച്ചൻ ഓടി പേടിച്ചു പോവല്ല. വിളിച്ചു നോക്കും. ആലപ്പുഴയിലെ സുന്ദരിമാർക്ക് മാത്രമല്ല കേരളമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കാലഘട്ടത്തിൽ അണിനിരന്നിരുന്ന വ്യക്തിയായിരുന്നു കുഞ്ചാക്കോ ബോബൻ. നിറം, അനിയത്തിപ്രാവ് തുടങ്ങിയ ചലച്ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ ചലച്ചിത്രങ്ങളുടെ ചെറിയൊരുണ്ടെന്ന് ശ്യാംകുമാർ. 1999 പുറത്തിറങ്ങിയ നിറം എന്ന് പറയുന്ന ചലച്ചിത്രം പുതിയ തലമുറ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. അതിനുശേഷം കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ഒട്ടുമിക്ക മലയാള ചിത്രങ്ങളും പുതിയ ചിത്രം എന്ന വാക്ക് ആവർത്തിച്ചു. സിദ്ധാർത്ഥ് സംസാരിച്ചോളൂ. ചാക്കോച്ചനെ വിളിക്കൂ. ഒരുപക്ഷെ മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് ഒരു കാലത്ത് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുഞ്ചാക്കോ ബോബൻ എന്നായിരുന്നു. ഉദയയുടെ വലിയ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരികയും പിന്നീട് മലയാളത്തിലെ പെൺകുട്ടികളുടെ ഹരമായി മാറുകയും ചെയ്തതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. 2017 കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന പുതിയ സംരംഭത്തിലൂടെ തന്റെ ചാക്കോച്ചന്റെ പുതിയ സംരംഭം ഒന്നുകൂടെ കൃത്യമായിട്ട് ഗൂഗിളിൽ നോക്കി പഠിക്കൂ. മണക്കൊഴുപ്പിന്റെയും ചട്ടമ്പിത്തരത്തിന്റെയും പടുകുഴിയിലേക്ക് മലയാള ചലച്ചിത്ര മേഖല പതറി വീഴുന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികളിൽ നിന്നും പിടിച്ചു കയറ്റാൻ ചാക്കോച്ച നീ ഒന്ന് വരുമോ എന്ന അഭിമാനത്തോടു കൂടി ആലപ്പുഴക്കാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തൻ തലമുറയിലേക്ക് ചലച്ചിത്ര മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചലച്ചിത്രം തന്നെയല്ല ഇന്ന് മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്ന് ഇദ്ദേഹം പറയുന്നു. ചാക്കോച്ചനെ പോലുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ്. ചുമ്മാ വിളി ചാക്കോച്ച ഓടി വാ. 2016 കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചലച്ചിത്രത്തിലൂടെ തന്റെ കുടുംബത്തിന്റെ പൈതൃകം തിരിച്ചു കൊണ്ടുവന്ന ചാക്കോച്ചൻ എങ്ങനെയാണ് അതിലേക്ക് മടങ്ങി വന്നത്? ഓരോ വിദ്യാർത്ഥികളും കരളുരുകി ഓരോ ഉദയ സ്റ്റുഡിയോയിലെ നിർണായകമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച അപ്പച്ചനെ നിങ്ങൾക്ക് മറക്കുവാൻ കഴിയുമോ എന്നാണ് ഞാൻ ഈ വേദിയിൽ ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്കായ ചെന്നൈയിലെ കിഷ്കിന്ധയുടെ സ്ഥാപകൻ കൂടിയാണ്. അമ്യൂസ്മെന്റ് എന്ന് പറയുന്ന വാക്കിന് ആഹ്ലാദം എന്നൊരർത്ഥം. പാർക്ക് എന്ന് പറയുന്ന വാക്കിന് മലയാളം ഉണ്ടല്ലോ. ആഹ്ലാദ ഉദ്യാനം. അതെ, കൈയടിക്കൂ. എന്താണ് ആഹ്ലാദോദ്യാനം? ആഹ്ലാദ ഉദ്യാനത്തിൽ കയറി വിരാജിച്ചോളൂ. 2002 കൊച്ചൗസ് ചിറ്റിലപ്പള്ളി കാക്കനാടിൽ വീഗാലാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തമിഴന്മാർക്ക് അമ്യൂസ്മെന്റ് പാർക്കിന്റെ പുതിയ ലോകങ്ങൾ തുറന്നു കൊടുത്ത അമ്യൂസ്മെന്റ് പാർക്ക് നമ്മളിപ്പോ കണ്ടുപിടിച്ചേ ഉള്ളൂ. ഒരു പെനാൽറ്റി ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ തിരിച്ചു. എന്താണ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ മലയാളം? എന്താണ് വിഷയത്തെ പറ്റി ഞാൻ മറന്നുപോയിരിക്കുകയാണ്. ഇവരൊക്കെ കുറിച്ച് മറന്നുപോയി. പിന്നെ മറന്നുപോയെങ്കിലും അവർ സംസാരം നിർത്തിയിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ തടസ്സപ്പെടുത്തരുത്. ഒരു പച്ചക്കാട് ലോ കോളേജിന് അഭിമാനിക്കാൻ വിഷയത്തെ കുറിച്ച് ഞാൻ മറന്നുപോയെങ്കിലും ഇവിടെ എന്താണ് സംസാരിക്കുന്നത് പോലും എനിക്ക് ഓടിവായോ വിഷയം. പഠനത്തിന്റെയും വിപ്ലവത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ കലാലയമായ ഈ സനാതന വിദ്യാലയം, ഇനിയും കലാലയം പറയാൻ പറ്റത്തില്ലല്ലോ സർ. പറഞ്ഞോളൂ വേണുകുട്ടൻ. ചാക്കോച്ച ഓടി വന്ന് എല്ലാരും പറയുന്നു. ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഇവിടെ ചാക്കോച്ചൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുതിയ ചലച്ചിത്രത്തിന്റെ ചാക്കോച്ചൻ വന്നിരുന്നു. ശരിയാണ്, ഒരു കയ്യടി കൊടുക്കാം. അരിഷ്മ പറഞ്ഞോളൂ. സനാതന ധർമ്മ കലാലയത്തിന്റെ 2005 മലയാള ചലച്ചിത്രത്തോട് വിട പറഞ്ഞു പോയ ചാക്കോച്ചനെ പിന്നീട് 2011 വരെ ഓരോ മലയാള സിനിമാ പ്രേമിയും 2006 ടൊവിനോ തോമസും ട്രാഫിക് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലൂടെ ഏറ്റവും ശക്തനായി ചാക്കോച്ചൻ തിരികെ വരുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. ദിവാൻജി മൂല, ഗ്രാൻഡ് പ്രിക്സ്, കൊച്ചവ പൗലോ, അയ്യപ്പ കൊയിലോ തുടങ്ങിയ ചലച്ചിത്രങ്ങളിലൂടെ പിന്നീട് പലപ്പോഴും നമ്മളെ എല്ലാവരെയും അതിമനോഹരമായ ചിത്രത്തിലൂടെ ചാക്കോച്ചൻ വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. എന്റെ പ്രിയ സുഹൃത്ത് ആദിത്യ പറഞ്ഞോലെ, കഴിഞ്ഞ ദിവസം ഇവിടെ ചാക്കോച്ചൻ വന്നപ്പോൾ കാണാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചില്ല. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന പുതിയ സംരംഭത്തിന്റെ ചില ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. എന്നാൽ ഇവിടെ മലയാള സംസ്ഥാനത്തിലെ ഒരു ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓരോന്നും ചാക്കോച്ച ഓടിവാ എന്ന് 26 വയസ്സിൽ ടൊവിനോ തോമസും 28 പൃഥ്വിരാജും നായകനായപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നായകനാകുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. നായകൻ തന്നെയല്ല, കൊട്ടിക്കലാശത്തിൽ കുറച്ചുകൂടെ ആവേശം കൂടി സംസാരിക്കണം. ചാക്കോച്ചനെ ഇങ്ങനെ വിളിച്ചാൽ പോരാ, കുറച്ചുകൂടെ ശക്തിയായിട്ട് വിളിക്കണം. എനിക്കും ഉണ്ട് ഒരു ആഗ്രഹം, അദ്ദേഹത്തെ കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. മാത്രമല്ല കവളത്തൊരു മുത്തം കൊടുത്താലും കുഴപ്പമില്ല. ചാക്കോച്ചന്റെ ഭാര്യ ഏതറിയണ്ട. എല്ലാവരും സംസാരിച്ചോ. കാര്യത്തിൽ എല്ലാം മറന്നു നിൽക്കുകയാണ്. പറയൂ. ആലപ്പുഴയിൽ തലയുയർത്തി നിൽക്കുന്ന ഉദയ എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് പറയാതെ പോകുവാൻ കഴിയുകയില്ല. അപ്പച്ചൻ എന്ന് പറയപ്പെടുന്ന മഹാനായ വ്യക്തി പറയപ്പെടുന്ന ബാറിവാനസ് കോളേജിലെ സിദ്ധാർത്ഥിൽ ഈ വിഷയം അവസാനിക്കാൻ പോവുകയാണ്.
താങ്കൾ നേരത്തെ ചാക്കോച്ചി എന്ന് പറഞ്ഞപ്പോൾ ലേലം എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി എന്ന ഗംഭീരമായ കഥാപാത്രത്തിലേക്ക് ഞാൻ ഒരു പക്ഷേ എന്റെ ഓർമ്മയെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. അവിടെ നിന്ന് കുഞ്ചാക്കോ ബോബനിലേക്ക് എത്തുമ്പോൾ ഉദയയുടെ പൈതൃകം പേറുന്ന ശാലിനിയുടെ കാമുകനായി മാറാൻ കഴിവുള്ള ഒരു നടനെയാണ് നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നത്. ഇനിയും സംസ്ഥാന പുരസ്കാരം തേടിയെത്താത്ത അനേകം പ്രതിഭകളിൽ ഒരാളായി മാറി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിലൊരു വലിയ സ്ഥാനമുണ്ടെന്ന്. തീർച്ചയായും അദ്ദേഹത്തിന് പെൺകുട്ടികളുടെ മനസ്സിൽ മാത്രമല്ല മലയാള സിനിമാ ചരിത്രത്തിലും മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലും എന്നും ഒരു സ്ഥാനമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും SD കോളേജ് ആലപ്പുഴയിൽ വെച്ച് നടന്ന ഈ ഒരു നിമിഷം ഇവിടെ അവസാനിക്കുകയാണ്. വാശിയേറിയ മത്സരത്തിൽ ഈ കൊട്ടിക്കലാശത്തിൽ ഏറ്റവും മികച്ച ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ ചാക്കോച്ചനും അവിടെ ഓടി വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആരാണ് യഥാർത്ഥ മുഖ്യവാഗ്മി എന്ന് നമുക്ക് നോക്കാം. വാശിയേറിയ ചുണ്ടൻ മത്സരത്തിൽ, ഈ വള്ളം തുഴഞ്ചൽ മത്സരത്തിൽ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ മിണ്ടിയ ചുണ്ടനാണ് മുഖ്യവാഗ്മി പട്ടം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച ചുണ്ടൻ, ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ അത് മറ്റാരുമല്ല, തിരുവനന്തപുരം മാറിവാനിയസ് കലാലയത്തിലെ 2ാം വർഷ ആംഗലേയ സാഹിത്യ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് M. ജോയ്. സിദ്ധാർത്ഥ് ഓടിവായോ. എന്തായാലും നമ്മുടെ മൊമെന്റോ, മുഖ്യവാഗ്മിക്കുള്ള മൊമെന്റോ കൈമാറാനായിട്ട് SD കോളേജിൽ ശക്തമായ പിന്തുണ നൽകി നല്ല മത്സരം കാഴ്ചവെച്ച 2 ചുണ്ടന്മാർ, അജ്നാ ചുണ്ടൻ, ആദിത്യ ചുണ്ടൻ, നിങ്ങളാണ് ഈ മൊമെന്റോ കൈമാറേണ്ടത്. പ്ലീസ് കം ഫോർവേഡ്. അതോടൊപ്പം നിങ്ങളും വരൂ, ശ്യാം ചുണ്ടൻ, എല്ലാ ചുണ്ടന്മാരും. എന്തായാലും ഈ വള്ളംകളിയിൽ, ഒരു നിമിഷത്തിന്റെ ഈ വള്ളംകളിയിൽ മാറിവാനിയസ് കോളേജ് കിരീടം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ ചുണ്ടന് ട്രോഫി കൈമാറുന്നത് SD കോളേജിന്റെ അഭിമാനമായ അജ്ന സലീം ചുണ്ടൻ. എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ, ഒന്ന് അടിച്ച് പൊളിക്കാൻ മറ്റൊരു സമ്മാനം കൂടി നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക്, ആഹ്ലാദോദ്യാനം, വെരി കറക്റ്റ്. വണ്ടർല ആഹ്ലാദോദ്യാനം സ്പോൺസർ ചെയ്യുന്ന ഒരു കോംപ്ലിമെന്ററി പാസ് ഈ സിദ്ധാർത്ഥ ചുണ്ടന് സമ്മാനിക്കുന്നത് SD കോളേജിന്റെ അഭിമാനമായ ആദിത്യ ചുണ്ടൻ. ഈ ചുണ്ടൻ മത്സരത്തിൽ ഒരു നിമിഷത്തിന്റെ ഈ കിരീടം, മുഖ്യവാഗ്മി പട്ടം നേടിക്കൊണ്ട് ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഞാനും ഒരു മാറിവാനിയസ് പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിന്റെ മലയാളം മാറിവാനിയസ് സൃഷ്ടിയാണ് ഞാൻ. ഈ കഴിഞ്ഞ 25 വർഷമായി തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആകാശവാണിയിലും ദൂരദർശനിലും ഏഷ്യാനെറ്റിലും ഒക്കെ ശ്രീകണ്ഠൻ സാർ അവതരിപ്പിച്ച ഒരു നിമിഷത്തിൽ ഞാൻ പങ്കെടുത്തത്, വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ പിൻഗാമിയായി തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിൽ നിന്നും മറ്റൊരു ചുണ്ടൻ, മറ്റൊരു വിജയി. എന്നെ അന്ന് പ്രോത്സാഹിപ്പിച്ചുള്ളത് മാറിവാനിയസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ എബ്രഹാം ജോസഫ് സാറ്, ജോളി ടീച്ചർ, ജേക്കബ് സാർ, അങ്ങനെ പലരും ഉണ്ട്. സ്റ്റുവർട്ട് സാറ് പറഞ്ഞ കുറച്ച് പേരുകൾ എനിക്കും സുപരിചിതമാണ്. കാരണം ഇന്നും എബ്രഹാം ജോസഫ് സാർ അവിടെ ഉണ്ട്. സാർ എൻ്റെ HOD ആണ്. സാർ എൻ്റെ എല്ലാ പരിപാടികൾക്കും പിന്തുണ തരുന്നുണ്ട്. ക്ലാസ്സിൽ കയറില്ലെങ്കിലും അറ്റൻഡൻസ് തരുന്നുണ്ട്. അതേപോലെ ജേക്കബ് സാർ, അത് ഞങ്ങൾ പഠിച്ചപ്പോൾ അങ്ങനെ അറ്റൻഡൻസ്. പിന്നെ ജേക്കബ് സാർ ഇപ്പോഴും ഉണ്ട്. സാറാണ് എന്നെ അനീഷ് സാറിനെ പറ്റി ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. പിന്നെ സ്റ്റുവർട്ട് സാറില്ല, പക്ഷേ സ്റ്റുവർട്ട് സാറിൻ്റെ മകൾ ഷെർലി മാം ഇപ്പം ഞങ്ങളുടെ ടീച്ചറാണ്. അതേപോലെ എൻ്റെ അവിടുത്തെ കൂട്ടുകാർ, സീനിയേഴ്സ്, എൻ്റെ ജൂനിയേഴ്സ്, അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവരൊക്കെ ചേർന്നാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും അവിടുത്തെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പിന്നെ നിർഭയ ഡിബേറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയോട് മാത്രമാണ് എന്നും കടപ്പാട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ നമുക്കിനി പുതിയ ചുണ്ടന്മാരുമായി, പുത്തൻ പടക്കുതിരകളുമായി, ചുണക്കുട്ടികളുമായി ഒരു നിമിഷത്തിന്റെ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം.